നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ഒലീവ് മല പ്രഭാഷണം എന്ന വീഡിയോ പരമ്പരയിലെ 17ാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ മത്തായി 24:32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് 13:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 21:29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ എന്നീ വചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മത്തായി 24:32-33 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. മർക്കോസ് 13:28-29. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ലൂക്കോസ് 21:29-30-31. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ എന്നിങ്ങനെയാണ് കർത്താവിൻ്റെ വാക്കുകൾ മത്തായി രേഖപ്രകാരം ആരംഭിക്കുന്നത്. അത്തിയെ നോക്കിയാൽ എന്ത് മനസ്സിലാകും? അതിൻ്റെ കൊമ്പ് ഇളയതായി ഇലകൾ തളിർക്കുന്നുണ്ടെങ്കിൽ വേനൽ സമീപമായിരിക്കുന്നു എന്ന് മനസ്സിലാകും. അതിലൊരു ഉപമയുണ്ട്, അഥവാ ഒരു സാദൃശ്യം ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. അത്തിയുടെ കൊമ്പ് ഇളയതായി ഇലകൾ തളിർക്കുന്നുണ്ടെങ്കിൽ വേനൽ സമീപമായിരിക്കുന്നു എന്ന് മനസ്സിലാകും. അതുപോലെ കർത്താവ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുന്നതായി കാണുമ്പോൾ കർത്താവ് വാതിലുകൾക്ക് മുമ്പിൽ സമീപത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളും എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. കർത്താവ് വാതിലുകൾക്ക് മുമ്പിൽ സമീപത്ത് ഉണ്ട് എങ്കിൽ ഇനി വാതിൽക്കൽ മുട്ടേണ്ട കാര്യമേ ഉള്ളൂ, അത്ര താമസമേ ഉള്ളൂ താൻ വെളിപ്പെടുവാൻ എന്നാണ് അർത്ഥം. അതായത് കർത്താവ് ഇതിനകം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുന്നതായിട്ട് കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ സമീപം ആയിരിക്കുന്നു എന്നാണ് അന്നേരം ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കർത്താവ് അത്തിമരത്തെ അല്ല ഉപമയാക്കിയിരിക്കുന്നത്. അത്തിമരത്തെ ഇസ്രായേൽ ജനതയുടെ സാദൃശ്യമായി വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യോവേൽ 1:7. അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ അത്തിവൃക്ഷം എന്നുള്ളത് കൊണ്ട് ഇസ്രായേൽ ജനതയാണ് വിവക്ഷിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം അത് ഇസ്രായേൽ ജനതയെക്കുറിച്ച് ആകണമെന്ന് ഇല്ല എന്നുള്ളത് ഓർമ്മയിൽ വെക്കണം. അതുകൊണ്ട് അത്തിയുടെ കൊമ്പ് ഇളയതായി ഇലകൾ തളിർക്കുന്നുണ്ടെങ്കിൽ വേനൽ സമീപമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇസ്രായേൽ വീണ്ടും ഒരു രാഷ്ട്രമായി തീർന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് സമീപമായിരിക്കുന്നു എന്നതിനുള്ള അടയാളമാണെന്ന് മനസ്സിലാക്കണം എന്ന പഠിപ്പിക്കൽ ശരി അല്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അത്തിമരത്തെയാണോ ഉപമ അഥവാ സാദൃശ്യമാക്കിയിരിക്കുന്നത്, അതോ അത്തിമരത്തിൽ വരുന്ന മാറ്റങ്ങളെയാണോ? ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ എന്നാണ് ലൂക്കോസ് പറയുന്നത്. ആകയാൽ കർത്താവ് അത്തിയെക്കുറിച്ച് മാത്രമല്ല എല്ലാ വൃക്ഷങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. വേനലെടുക്കുമ്പോൾ അവയെല്ലാം തളിർക്കുന്നു. അതുകൊണ്ട് അത്തിയെ മാത്രം ശ്രദ്ധിക്കുവാനല്ല കർത്താവ് പറയുന്നത്, എല്ലാ വൃക്ഷങ്ങളെയും ശ്രദ്ധിക്കണം. അവയിൽ പൊതുവായുള്ള ഒരു കാര്യമാണ് വേനലെടുക്കുമ്പോൾ അവയുടെ കൊമ്പുകൾ ഇളയതായി അവയെല്ലാം തളിർക്കുന്നു എന്നുള്ളത്. അതുപോലെ കർത്താവിൻ്റെ തലമുറയിൽ നിലവിലുണ്ടായിരുന്ന ഇസ്രായേലിൽ കർത്താവ് പറഞ്ഞ സംഭവങ്ങൾ നിറവേറുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നതായി മനസ്സിലാക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏതാണ്, അത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നൊക്കെ ഇനി നോക്കാം. ഈ വരവ് ആ തലമുറയിൽ നിറവേറേണ്ട ഒന്നായിരുന്നു എന്ന് മത്തായി 24:34, മർക്കോസ് 13:30 വാക്യങ്ങളിൽ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരവ് കർത്താവിൻ്റെ രണ്ടാം വരവ് അല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒലീവുകളുടെ മലമുകളിൽ വെച്ച് ചോദിച്ച ചോദ്യം ഒന്നോർക്കാം. എന്നാൽ അവൻ ഒലീവുകളുടെ മലമേൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് ഇവ എപ്പോഴുണ്ടാകും എന്നും നിന്റെ വരവിൻ്റെയും യുഗത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അടയാളം എന്ത് എന്നും
നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവരുടെ ചോദ്യം രണ്ടായിരുന്നു. ഇവ എപ്പോൾ ഉണ്ടാകും, അഥവാ ഈ കാര്യങ്ങൾ എപ്പോൾ സംഭവിക്കും? തൊട്ട് മുമ്പ് കർത്താവ് പ്രവചിച്ചത് ദൈവാലയത്തിന്റെ നാശമായിരുന്നു. ഈ ചോദ്യം മത്തായിയും മർക്കോസും ലൂക്കോസും ഒരേപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ചോദ്യം അങ്ങനെയല്ല. നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്ത് എന്നാണ് അവർ ചോദിച്ചതെന്ന് മത്തായി എഴുതിയിരിക്കുന്നു. നിന്റെ വരവിൻ്റെയും യുഗത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെ അടയാളം എന്ത് എന്നും അതിന് മനസ്സിലാക്കാം. എന്നാൽ ഇവയെല്ലാം പൂർത്തീകരിക്കുവാൻ പോകുമ്പോൾ അടയാളം എന്ത് എന്നായിരുന്നു അവർ ചോദിച്ചത് എന്ന് മർക്കോസ് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇവ സംഭവിക്കുവാൻ പോകുമ്പോൾ അടയാളം എന്ത് എന്നായിരുന്നു അവർ ചോദിച്ചത് എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ഈ മൂവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ വിഭിന്നമാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അങ്ങനെയല്ല, അവ ഒന്നായിരുന്നുവെന്നാണ് സൂക്ഷ്മ നിരീക്ഷണത്താൽ മനസ്സിലാക്കുക. കാരണം അടയാളം, ദ സൈൻ, എന്ത് എന്ന ചോദ്യം മൂവരുടെയും രേഖകളിൽ പൊതുവായിരിക്കുന്നു. ദൈവാലയത്തിൻ്റെ നാശം, കർത്താവിൻ്റെ വരവ്, യുഗത്തിൻ്റെ പൂർത്തീകരണം എന്നിവയ്ക്കുള്ള പൊതുവായ ഒരു അടയാളമായിരുന്നു അവർ ചോദിച്ചത്. അതുകൊണ്ട് അവ ഒരുമിച്ചായിരിക്കും സംഭവിക്കുക എന്നതെല്ലാം വ്യക്തമായ സത്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വിശദമായി ഒലിവുമല പ്രഭാഷണം 3-ാമത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആകയാൽ കർത്താവിൻ്റെ ഈ വരവ് ഒന്ന് ന്യായപ്രമാണ യുഗത്തിൻ്റെ പൂർത്തീകരണത്തിൽ അഥവാ അവസാനത്തിൽ ഉണ്ടായ വരവാണ്. ദൈവാലയത്തിൻ്റെ നാശത്തോടെ ന്യായപ്രമാണ യുഗത്തിൻ്റെ പൂർത്തീകരണം അഥവാ അവസാനം ഉണ്ടായി. 2, അത് യെരുശലേമിനെ ന്യായം വിധിക്കുവാൻ വന്ന വരവാണ്. അപ്പോഴാണല്ലോ ദൈവാലയത്തിൻ്റെ നാശം ഉണ്ടായത്. അതിന് കർത്താവ് നൽകിയ പൊതുവായ അടയാളം റോമൻ സൈന്യം യെരുശലേമിനെ വളയുന്ന സംഭവമാണ്. ലൂക്കോസ് 21:20 നാം അത് വായിക്കുന്നുണ്ട്. യെരുശലേം സൈന്യത്താൽ വളയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ അവളുടെ ശൂന്യമാക്കൽ സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. അതിനാൽ തൻ്റെ ശിഷ്യന്മാർ നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് യെരുശലേം സൈന്യത്താൽ വളയപ്പെട്ടിരിക്കുന്നത് കാണുന്ന ഉടനെ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ, അവളുടെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോവുകയും നാട്ടുംപുറങ്ങളിലുള്ളവർ അവളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചത്. ലൂക്കോസ് 21:21. കാരണം എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുവാൻ അവ പ്രതികാരത്തിൻ്റെ നാളുകളായിരുന്നു എന്നും കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്. ആ പ്രതികാരം ചെയ്യുമ്പോൾ ദേശത്തിന്മേൽ വലിയ ക്ലേശവും അന്ന് ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്മേൽ വലിയ ദൈവകോപവും ഉണ്ടാകുമായിരുന്നു എന്നും കർത്താവ് അവിടെ പറയുന്നുണ്ട്. അവർ വാളിൻ്റെ വായിൽ വീഴും, അഥവാ അവർ കൊല്ലപ്പെടും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോകപ്പെടുകയും ജാതികളുടെ സമയങ്ങൾ നിറവേറ്റപ്പെടുന്നത് വരെ യെരുശലേം ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നവളാകുകയും ചെയ്യും എന്നും 21-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് ദൈവേഷ്ടം ചെയ്തവർ ദൈവത്തിൻ്റെ പ്രതികാരം സഹിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് അവരോട് അടയാളം കണ്ട ഉടനെ അവിടെ വിട്ട് ഓടിപ്പോകുവാൻ കൽപ്പിച്ചത്. സൈന്യം യെരുശലേമിനെ വളഞ്ഞ ശേഷം അവിടെ സംഭവിക്കുവാനിരുന്ന കാര്യങ്ങളാണ് പിന്നീട് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് കള്ളക്രിസ്തുകൾ വരുമായിരുന്നു. ഇതാ ക്രിസ്തു വന്നിരിക്കുന്നു, മരുഭൂമിയിലുണ്ട് എന്നും അറകളിലുണ്ട് എന്നും ഒക്കെ കിംവദന്തികൾ പറഞ്ഞു പരത്തുമായിരുന്നു. തൻ്റെ വൃതന്മാർ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ഈ മുന്നറിയിപ്പ് നൽകപ്പെട്ടു. ഇതൊക്കെയും സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ക്രിസ്തു അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു, അഥവാ ക്രിസ്തു വെളിപ്പെടുവാൻ വളരെ സമീപമായിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ലൂക്കോസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 21:31 വായിക്കുമ്പോൾ അവിടെ പ്രകാരം കാണുന്നു: അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ. മത്തായിയും മർക്കോസും അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ലൂക്കോസ് പറയുന്നത് ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുവിൻ എന്നാണ്. അവൻ്റെ വരവ് സമം ദൈവരാജ്യത്തിൻ്റെ വരവ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കർത്താവിൻ്റെ ഈ വരവ് രാജത്വം പ്രാപിച്ചുള്ള മടങ്ങിവരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ലൂക്കോസ് 19 ഒരു ഉപമ സഹായകരമാണ്. കുലീനനായൊരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. യേശു യെരുശലേമിന് സമീപമായി ഇരിക്കുന്ന വേളയിൽ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയതുകൊണ്ട്
ഇപ്പോൾ യെരുശലേമിലേക്ക് ചെല്ലുമ്പോഴല്ല ദൈവരാജ്യം വെളിപ്പെടുക എന്ന് സൂചിപ്പിക്കുവാനാണ് ഈ ഉപമ പറഞ്ഞത്. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നത് തൻ്റെ രാജ്യത്തിലേക്കാണ്, വാഴുവാനാണ് മടങ്ങി വരുന്നത്. രാജ്യത്വം പ്രാപിക്കുന്നത് തന്നെക്കാൾ വലിയവനായ രാജാവിൽ നിന്നാണ്. താൻ മടങ്ങി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഒന്ന്, അതുവരെ വിശ്വസ്തരായിരുന്ന തൻ്റെ ദാസന്മാർക്ക് അധികം ഉത്തരവാദിത്തങ്ങൾ നൽകും. രണ്ട്, താൻ അവർക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാതിരുന്നവർക്ക് വധശിക്ഷ നൽകും. ആകയാൽ ഇവ സംഭവിക്കുന്നത് കണ്ടാൽ രാജ്യത്വം പ്രാപിക്കുവാൻ പോയവൻ മടങ്ങി വന്നു എന്നതിനുള്ള സൂചനയായിട്ട് അവയെ കണക്കാക്കാം. രാജ്യത്വം പ്രാപിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് വരുവാൻ ദൂരയാത്ര പോയ കുലീനനായ ആ മനുഷ്യൻ യേശു ക്രിസ്തു ആകുന്നു. നാം ഇവിടെ ഓർക്കേണ്ട സത്യം, രാജ്യം ഇതിനകം സ്ഥാപിതമായിരുന്നു എന്നതാണ്. രാജാവ് തൻ്റെ രാജ്യത്തിലേക്ക് രാജ്യഭാരമേറ്റ ശേഷം വരുന്നത് പോലെയുള്ള ഒരു വരവ് മാത്രമായിരുന്നു അത്. യേശു അവർക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാതിരുന്നവർ തന്നിൽ വിശ്വസിക്കാതിരുന്ന യഹൂദന്മാരായിരുന്നു. റോമൻ സൈന്യത്തിൻ്റെ വരവും യെരുശലേമിൻ്റെയും യഹൂദന്മാരുടെയും നാശവും യേശു രാജ്യത്വം പ്രാപിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് വന്നു എന്നതിനുള്ള തെളിവായിരുന്നു. അഥവാ താൻ രാജാവായിരിക്കുന്നു എന്നതിന് ലോകത്തിന് നൽകിയ തെളിവായിരുന്നു അത്. ഈ വരവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഇനി പറയുന്ന വചനങ്ങൾ സഹായകരമായിരിക്കും. മത്തായി 16:28 കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്നതും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്ന കാര്യമാണ്. അത് കാണുന്നത് വരെ തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മരിക്കയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്ന സംഭവം ആ തലമുറയിൽ തന്നെ സംഭവിച്ച കാര്യമാണ്, സംഭവിക്കേണ്ടിയിരുന്ന കാര്യമാണ്, സംഭവിച്ച കാര്യവുമാണ്. രാജ്യത്തിൽ എന്നത് ഗ്രീക്കിൽ എൻ ടേ ബസീലിയ എന്നാണ്, രാജ്യത്തിനുള്ളിൽ എന്ന് അർത്ഥം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സംഭാഷണത്തെ മർക്കോസും ലൂക്കോസും എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. മർക്കോസ് 9:1 ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് ഉള്ളത്. അതുകൊണ്ട് മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നതും ദൈവരാജ്യം ശക്തിയോടെ വരുന്നതും ഒരേ കാര്യമാണ്. മത്തായിയും മർക്കോസും യഥാക്രമം 24, 13 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ, ലൂക്കോസ് 21 അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. രണ്ടും ഒരേ കാര്യമാണ്. ഇനി ദൈവരാജ്യം ശക്തിയോടെ വരുന്ന കാര്യം ചിന്തിക്കാം. അതെന്ത് വരവാണ് എന്ന് ചിന്തിക്കാം. ദൈവരാജ്യത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവം കർത്താവ് പറയുന്നുണ്ട്. അത് പൊതുവെ കണ്ണുകൾക്ക് ദൃശ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത് എന്ന്. ലൂക്കോസ് 17:20. ദൈവരാജ്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ലൂക്കോസ് 9:27 കർത്താവ് പറയുന്നത്, ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്, സത്യം എന്നാണ്. പൊതുവെ കണ്ണുകൾക്ക് ദൃശ്യമല്ലാത്ത ദൈവരാജ്യത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും? ദൈവരാജ്യം ശക്തിയോടെ വരുമ്പോൾ എന്ന് മർക്കോസ് സൂചന നൽകുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുമ്പോൾ അതിൻ്റെ പരിണിത ഫലത്താലാണ് ദൈവരാജ്യത്തെ കാണുക എന്ന് വളരെ വ്യക്തം. അഥവാ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുകയും ചെയ്യുന്നത് പരിണിത ഫലത്താലാണ്. ദൈവരാജ്യം ശക്തിയോടെ വരുമ്പോൾ സംഭവിക്കുന്നത്, മനുഷ്യപുത്രൻ രാജ്യത്വം പ്രാപിച്ച് തൻ്റെ രാജ്യത്തിൽ വരികയും തൻ്റെ ശത്രുക്കളെ കൊന്നുകളയുകയും ചെയ്യുന്നത് അവർ കാണുകയും അതിലൂടെ ദൈവരാജ്യം ശക്തിയോടെ വന്നു എന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. മനുഷ്യപുത്രൻ രാജ്യത്വം പ്രാപിച്ച് തൻ്റെ രാജ്യത്തിൽ വന്നു എന്ന് അകക്കണ്ണുകൊണ്ട് അവർ കാണുന്നു. ഇത് പ്രതീക്ഷിച്ചിരിക്കുവാനും അനുബന്ധ സംഭവങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക എന്നുമാണ് മത്തായി 24 പറഞ്ഞിരിക്കുന്നത്. ഇനി മത്തായി 24 34-35 വാക്യങ്ങൾ, മർക്കോസ് 13 30-31 വാക്യങ്ങൾ, ലൂക്കോസ് 21 32-33 വാക്യങ്ങൾ എന്നിവ വായിക്കാം. മത്തായി 24 34 35 ഇതൊക്കെയും സംഭവിക്കുകയുള്ളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 35 ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മർക്കോസിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഇനി ലൂക്കോസ് 21:32 സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 33 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഒരേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 24:34, മർക്കോസിന്റെ 13:30, ലൂക്കോസ് 21:32 എന്നീ വചനങ്ങൾ പറയുന്നത് കർത്താവിൻ്റെ ആ വരവ് ആ തലമുറയിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ്. അത് കർത്താവിൻ്റെ രണ്ടാം വരവല്ല, യെരുശലേമിനെയും യഹൂദന്മാരെയും ന്യായം വിധിക്കാനുള്ള വരവാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഒലിവുമല പ്രഭാഷണം ആദ്യത്തെ 2 വീഡിയോകളിൽ ഞാൻ നൽകിയിട്ടുള്ളതാണ്. അതായത് ആ തലമുറയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് മത്തായി 24-ലും മർക്കോസ് 13-ലും ലൂക്കോസ് 21-ലും പറഞ്ഞിരിക്കുന്നത് എന്നത്. എങ്കിലും ഒരു വചനം ഞാൻ തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:25 കർത്താവ് തന്നെ പറയുന്നതാണ് ഈ വാക്കുകൾ. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. ആകയാൽ കർത്താവിനെ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ച തലമുറയെയാണ് ഈ തലമുറ എന്ന് മത്തായി 24:34, മർക്കോസ് 13:30, ലൂക്കോസ് 21:32 എന്നീ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി മത്തായി 24:35, മർക്കോസ് 13:31, ലൂക്കോസ് 21:33 എന്നീ വചനങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ആ വചനങ്ങൾ പറയുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എത്രയും വിശ്വസനീയമാകുന്നുവെന്നാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അത് അത്ര വിശ്വസനീയമായ വാക്കുകളാണെങ്കിൽ ഈ വചനങ്ങളുടെ നിവൃത്തിക്കായി നാം ഭാവിയിലേക്കല്ല നോക്കേണ്ടത്, ദൈവാലയത്തിൻ്റെ നാശം നടന്ന കാലത്തേക്കാണ് നോക്കേണ്ടത്. വചനം കൃത്യമായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു. ഇനി ഇതിന് കർത്താവിൻ്റെ വരുന്ന രണ്ടാം വരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്ന് ചോദിച്ചാൽ അതിനോടുള്ള ബന്ധത്തിലും അടയാളങ്ങൾ ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ അധ്യായങ്ങളിലല്ല, വേറെ ചില സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് ആ വചനങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വർത്തമാനകാല സംഭവങ്ങളെ വിലയിരുത്തുകയും കർത്താവിനായിട്ട് കാത്തിരിക്കുകയും വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. വിട ദൈവനാമത്തിൽ.